നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്പർ സീക്വൻസ് എന്താണെന്ന് നോക്കാം. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. അതായത് ഇപ്പം നമ്മൾ നാച്ചുറൽ നമ്പർ എടുത്താൽ 1, 2, 3, 4, 5 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പർ എടുത്താൽ അതൊരു ഓർഡറിലാണ് പോകുന്നത് അല്ലേ. 1, 2 ഫസ്റ്റ് നമ്പർ 1, സെക്കൻഡ് നമ്പർ 2, അടുത്ത നമ്പർ 3, അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ നോക്കാം. 1, 4, 9, 16, 25 എക്സെട്ര. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. അടുത്തതായി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് വൺ നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ ഈസ് കോൾഡ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു സീക്വൻസിൽ ഒരേ നമ്പർ തന്നെ ആഡ് ഓൺ ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം അവിടെ ആഡ് ഓൺ ചെയ്ത് പോകുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 + 2 4, 4 + 2 6, 6 + 2 8 എക്സെട്ര. അപ്പം ഇവിടെ ഒരേ നമ്പർ തന്നെയാണ് ആഡ് ഓൺ ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. 5, 10, 15, 20, 25 എക്സെട്ര. ഇവിടെ ആഡ് ഓൺ ചെയ്ത് പോകുന്ന നമ്പർ എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. 5 + 5 10, 10 + 5 15, 15 + 5 20, 20 + 5 25 എക്സെട്ര. അങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആണ് ഇത്. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദി സെയിം നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ടു ഗോ ഫ്രം എനി ടേം ടു ദി പ്രീവിയസ് ടേം ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. ഇപ്പോൾ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിന് കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ കൂടി. അതായത് ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് 2, 4, 6, 8 എക്സെട്ര. ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. അതായത് തൊട്ട് മുമ്പിലുള്ള നമ്പറിൽ നിന്നും തൊട്ട് പിന്നിലുള്ള നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, തൊട്ട് മുമ്പിലുള്ള നമ്പറിൽ നിന്നും തൊട്ട് പിന്നിലുള്ള നമ്പർ സബ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് കോമൺ ഡിഫറൻസ്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ 2, 4, 6, 8 അതിൽ നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് നമ്പർ ഏതാണ്, 4 ആണ്. 4 - 2. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്, 2 ആണ്. ഇനി അടുത്ത നമ്പർ എന്തായിട്ട് എടുക്കാം, നമുക്ക് 6 എടുക്കാം അല്ലേ. 6 - 4 = 2, 8 - 6 = 2. ഒരു സെയിം നമ്പർ തന്നെ ആഡ് ഓൺ ചെയ്ത് പോകുന്നതാണ് അല്ലേ. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ആ സെയിം നമ്പറാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. തൊട്ട് മുമ്പിലുള്ള നമ്പറിൽ നിന്നും തൊട്ട് പിറകിലുള്ള നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് given below are the arithmetic sequences. Give reason also. Find the common difference of the arithmetic sequence. First question, natural number leaving remainder 1 on division by 4. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 ആയിരിക്കണം. അങ്ങനെയുള്ള സീക്വൻസ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അതായത് നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പം എന്തായിരിക്കും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 1 കിട്ടണം. ഇപ്പോൾ 0 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ റിമൈൻഡർ എങ്ങനെ എഴുതാം, നമുക്ക് 1 എഴുതാം അല്ലേ. അടുത്ത റിമൈൻഡർ ഏത് വരും, 5 ആണ്. കാരണം 4 എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് 4 ആണ് അല്ലേ. അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 4 എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒന്നിച്ച് 1 റിമൈൻഡർ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 5 ആണ്. അപ്പം അടുത്ത നമ്പർ ഏതായിരിക്കും, 2 4s are 8 അല്ലേ. 8 + 1 9 ആണ് അല്ലേ. നെക്സ്റ്റ് നമ്പർ 4 3s are 12, 12 + 1 13. അപ്പം ഇങ്ങനെയുള്ള
സീക്വൻസ് ആണ് ഏത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 1, 5, 9, 13, 17 എക്സെട്ര അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ എന്ത് വേണം, ആദ്യം ഇവിടെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 5 മൈനസ് 1 എത്രയാണ്? 4 ആണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാൻ വേണമെങ്കിൽ, അതായത് 9 എടുക്കാം അല്ലേ. 9 മൈനസ് തൊട്ട് പിന്നെയുള്ള നമ്പർ അതേതാണ്? 5. 9 മൈനസ് 5 4 ആണ്. അല്ലെങ്കിൽ 13 മൈനസ് 9 ദാറ്റ്സ് ഈക്വൽ ടു 4 അല്ലേ. ഒരേ ടേം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരേ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പം ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതെന്താണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നത് ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ് therefore it is a arithmetic sequence. It is an arithmetic sequence. Okay അല്ലേ.